ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകത്തിന്റെ അഖില നിഖില ദിക്കുകളിൽ നിന്നും ഹാജിമാര് ഹജ്ജുമ്മമാര് ഇരു ഹറമുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് യാത്ര പുറപ്പെടുന്ന സാഹചര്യത്തിലാണോ സന്ദർഭത്തിലാണോ നാം നിലകൊള്ളുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ യഥാർത്ഥ അതിഥികളായി ഇരു ഹറമുകളിലേക്ക് എത്തുന്ന ഹാജിമാർ, അവർക്ക് അവിടെ കിട്ടുന്ന റിസോർട്ട്, അവർക്ക് അവിടെ കിട്ടുന്ന വിജയത്തെ ആസ്പദമാക്കി അവരിങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മറ്റു പല റിസോർട്ടുകളും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മെയ് 4-ന് ഇനി ആര് കേരളം ഭരിക്കുമെന്നോ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വലിയ പുരോഗതികളോടെ സമാധാന അന്തരീക്ഷത്തിൽ സാമൂഹിക നീതിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ഭാവന സമ്പന്നമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ അടുത്ത ഭരണഘടനയ്ക്ക് ഭരണകൂടത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയമസഭാ റിസൾട്ടിനേക്കാൾ ഉപരി നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിന്റെ ഏറ്റവും ടേണിംഗ് പോയിന്റായ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. SSLC, +1, +2, അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ ഇതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഏഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നതായ നമ്മുടെ മക്കൾ അവർ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോ നമ്മുടെ പരീക്ഷ എഴുതിയ സർവ്വ മക്കൾക്കും നല്ല ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളുടെ വിജയം അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ നല്ല വിലയുമുള്ളവരായി മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷകർത്താവുമില്ല. എല്ലാവരും നമ്മുടെ മക്കളുടെ പേരമക്കളുടേതായ വിജയവും അവരുടെ സമൂഹത്തിലുള്ളതായ ആ ഒരു പ്രതിബദ്ധതയും ആ ഒരു വിലയും നിലയുമൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊന്ന് നാം തളർന്നു പോയാൽ നമുക്ക് താങ്ങാകുവാനും, നാം ഒന്ന് വീണ് പോയാൽ നമ്മെ ഒന്ന് പിടിച്ചണിയിക്കുവാനും, നാം ഒന്ന് വിശന്നാൽ നമ്മെ ഒന്ന് ഓട്ടുന്നതിന് വേണ്ടി നല്ല മക്കളാക്കി വളർത്തിയെടുക്കുവാൻ നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മക്കളെ ഇങ്ങനെ പോറ്റി വളർത്തുന്നത്. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. എവിടെ നിന്ന് കടം വാങ്ങാനും ഏത് കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് എത്ര കണക്കില്ലാതെ പൈസ വേണമെങ്കിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നാം തയ്യാറാകുകയാണ്. മക്കൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് മാതാപിതാക്കളായ നാം ഓരോരുത്തരും അവരുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ മക്കൾ അവരുടേതായ ആ ഒരു വിജയം എല്ലാവരും